ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സമയം 1 മണിയാവാൻ പോകുന്നു. ഞാനൊരു വാഗമൺ ട്രിപ്പ് പോവുകയാണ്. സ്കൂട്ടിയിലല്ല കേട്ടോ, ചടയമംഗലം വരെ ഇക്ക ഉണ്ടാക്കും. അപ്പോൾ ഇക്ക എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഉമ്മായും അവരൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. വൺ ഡേ ട്രിപ്പാണ്. അപ്പം ഒരു ദിവസം കൊണ്ട് ഗൈസ് അങ്ങനെ എല്ലാവരും ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ചായക്കടയിലോട്ട് പോകാം. സ്ഥലമൊന്നും എനിക്കറിയാൻ വയ്യ. ചായ കുടിക്കാൻ ഇറങ്ങി. സ്ഥലം എവിടെയാണ്? അഞ്ചക്കാല, പത്തനംതിട്ട എത്തിയിരിക്കുന്നു. നമ്മളെ പരിവാഹികൾ. ദേവതേച്ചി എന്താണ് മേടിക്കാൻ പോകുന്നത്? അഴിക്ക മിച്ചറാ. പക്ഷെ അത് മോശമാണ്, അങ്ങനെ പറയില്ല. 2 മണിയായി. ഒരുത്തിക്ക് കേക്ക് വേണമെന്ന്. ഇങ്ങനെ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. കപ്പൽ ടൂട്ട എനിക്കൂടെ തരണേ. ഓക്കെ, സെറ്റ്. ചായ എങ്ങനെയുണ്ട്? മധുരം കുറവാണോ? അങ്ങനെ നമ്മുടെ യാത്ര പിന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 4:45 നമ്മളവിടെ എത്തി. പിന്നെ എല്ലാവരും വണ്ടി കിടന്ന് നല്ലോണം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് 6:45 നമ്മളിവിടെ വാഗമൺ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉറക്കത്തിൻ്റെ കെട്ടിലാണ്. ഇവിടെ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഒരാൾ നോക്കിയപ്പോൾ കാണുന്നില്ല. നമ്മളെല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ സെറ്റായിട്ട് വരാം. എന്നിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഫ്രഷ് ആവാൻ വേണ്ടി വന്നിട്ടുണ്ട്. നല്ല വ്യൂ ആണ്, സെറ്റ് വ്യൂ ആണ്. എല്ലാവരും അങ്ങോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗൈസ് നമ്മൾ ഫ്രഷായി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോവുകയാണ്. അതിനു മുമ്പേ ഫുഡ് കഴിക്കണം. കുറച്ച് മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എല്ലാവരും ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നത് പോവാൻ. അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു ശ്രീദേവി റെസ്റ്റോറൻറ്റിൽ പോയി. വാഗമൺ വന്നിട്ട് നമുക്ക് മോശം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. കാര്യം ഫുഡെല്ലാം സൂപ്പറായിരുന്നു. വെറോട്ടയും മുട്ടക്കറിയൊക്കെ ഓർഡർ ചെയ്തിട്ട് അതിനുള്ള വെയിറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വാഗമൺ ട്രിപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കോഫിയും ബെറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചു. ഇനിയാണ് നമ്മുടെ ട്രക്കിങ്ങും പരിപാടിയൊക്കെ. നല്ല കോഫിയാണ്, നല്ല ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രക്കിങ്ങിന് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. 3 ജീപ്പായിരുന്നു നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഒരു ജീപ്പിൽ 8 പേര് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടിക്ക് 2000 രൂപയായിരുന്നു റേറ്റ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളെ വണ്ടി വന്നു, നമ്മൾ കയറി. ഫസ്റ്റായിരുന്നു നമ്മളെല്ലാ സ്ഥലത്തും എത്തുന്നത്. കുറേ നേരം നമ്മൾ പിന്നെ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തൊക്കെ കടയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നു. ഇത് ഒരു ടീം പോകുന്നു, പിന്നെ ഒരു ടീം അതിൻ്റെ പിറകെ വന്നു. പക്ഷേ നല്ല അന്തരീക്ഷം കുറച്ച് മോശമായിരുന്നു. അതായത് വേറൊന്നുമല്ല, വെയിലായിരുന്നു. പിന്നെ നല്ല ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഡ്രൈവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ 1 ഡേ ട്രിപ്പാണ് വന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എവിടെയൊക്കെ കവർ ചെയ്യാൻ പറ്റും. പക്ഷേ 2 ഡേ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വാഗമൺ വന്നാൽ ഉണ്ട്. പിന്നെ നമുക്ക് 1 ഡേ മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. ഫസ്റ്റ് ഈ ഒരു പ്ലേസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ പുൽത്തൈല അങ്ങനെയുള്ള ബാമുകളൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ഇലയാണ്. അങ്ങനെ അതൊക്കെ നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കി. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ജാമ്പക്കയും അതുപോലെ തന്നെ മാങ്ങയൊക്കെ മേടിച്ച് കഴിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇറങ്ങിയപ്പം തന്നെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ടീമുകളൊക്കെ അവിടെ എത്തിയിട്ടുള്ളായിരുന്നു. ജസ്റ്റ് അവരവിടെയൊക്കെ നിന്ന് കാണുമായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നെക്സ്റ്റ് ഇതുപോലത്തെ വേറെ ഒരു ഡെസ്റ്റിനേഷനിൽ തന്നെ നടന്ന് പോയത്. പിന്നെ പോയതിലത്തേക്ക് നല്ലത് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഒരു വെള്ളച്ചാട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു, തണലെന്ന് പറഞ്ഞിട്ട്. അവിടെ അത്യാവശ്യം നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചു. പിന്നെ കണ്ടില്ലേ, മോളിയാമ്മയൊക്കെ വേറെ ലെവലായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഓരോ തൊപ്പിയൊക്കെ മേടിച്ച് വെച്ചു. പിന്നെ ഞാൻ തന്ത്രപരമായിട്ട് വീട്ടിൽ നിന്ന് ബ്രൈറ്റ് ടു ബീയുടെ തൊപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് വെറുതെ പൈസ കളയണ്ടല്ലോ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് തൊപ്പിയും കൊണ്ടൊക്കെയാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുമായിരുന്നു. അങ്ങോട്ട് പോയി വന്നപ്പോഴാണ് ഇഷ്ടം പോലെ ജീപ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് ജീപ്പ്. പിന്നെ കുറച്ചുകൂടെ നടന്നു പോയാൽ വെള്ളച്ചാട്ടത്തിൽ എത്താമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇവിടെ നിന്നു, ഈ ഒരു സ്ഥലത്ത് നിന്നു. അതിൻ്റെ തൊട്ട് താഴെ നല്ല ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ ടീമുകളൊക്കെ അവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്തു. എന്നിട്ട് നേരെ അടുത്ത പ്ലേസിലോട്ട് പോവുകയാണ്. സൂസൈഡ് പോയിൻറ്റിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വൈബ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അങ്ങനെ നമ്മൾ ട്രക്കിങ്ങിൽ 5ാമത്തെ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. സൂസൈഡ് പോയിൻറ്റിലാണ്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ്. ആർക്കെങ്കിലും ചാടിച്ചവിടെ ഇവിടെ ഒന്ന് ചെയ്യാം. കാണിച്ചു ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ.
പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഈ ഒരു വെള്ളച്ചാട്ടവും ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഓരോ ചിക്കൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. അഞ്ചു ചേച്ചിയും മോളിയാമിയും പിന്നെ അവർ നല്ല ഊണൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ മൂന്നുപേരും പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ വാഗമൺ വരുന്നത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. പൈൻ ഫോറസ്റ്റിൽ പോകാൻ തന്നെ 30 രൂപയാണ്ടായിരുന്നു ടിക്കറ്റ്. ഒരുപാട് ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ കടകളുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പറയുന്ന റേറ്റ് ആയിരിക്കത്തില്ല മറ്റേ സ്ഥലത്ത് പറയുന്നത്. ബാർഗെയിനിങ് ചെയ്തൊക്കെ മേടിക്കാൻ പറ്റുന്നവർക്ക് നല്ലോണം മേടിക്കാം. പിന്നെ അവിടെ ഈ ഫോട്ടോസൊക്കെ അപ്പോഴെടുത്ത് പ്രിൻറ്റ് ചെയ്ത് അവർ ഫ്രെയിം ചെയ്തൊക്കെ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കുറേ നേരമല്ല കുറച്ച് നേരം ഇരുന്നു. അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളെ ടീമുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ള നമ്മളെ ട്രിവാൻഡ്രം ടീമുകളൊക്കെ അതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ഫോട്ടോഷൂട്ടും പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പ്ലാൻ ഇട്ടു. അതിനു മുമ്പേ നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ മോളിയാമി ഞാനൊക്കെ കടയിലൊക്കെ കയറി അലുവയും മുട്ടായിയും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്നു. അടുത്ത സ്പോട്ട് വന്നത് തങ്ങൾപ്പാറയിലായിരുന്നു. അടിപൊളിയായിരുന്നു. അവിടെ നമ്മൾ എത്തിയപ്പോൾ ഒരു 4 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. ആ സമയമായപ്പോൾ ജസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആയി തുടങ്ങി. ഇപ്പം നമുക്ക് ഈ ഒരു പാറയൊക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു വിഷമമൊക്കെ മാറി. നമ്മൾ വന്നിട്ട് ഫുള്ള് വെയിൽ കൊള്ളേണ്ടി ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. നമുക്ക് ഈ തേരിയേറി പോകാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ ഈ പാറയുടെ മുകളിൽ ഫുള്ള് കയറിയില്ല. നമ്മൾ പകുതി വരെ കയറിയിട്ട് അവിടെ ഇരുന്നു. പിന്നെ അവിടെ ഇരുന്നപ്പോൾ തന്നെ നല്ലൊരു ക്ലൈമറ്റൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു അത്യാവശ്യമായിട്ടുള്ളൊരു പാറയിൽ പോയി തന്നെ നമ്മൾ മൂന്നെണ്ണോടെ ഇരുന്നു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ടാണ് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പ്ലാൻ ഇട്ടത്. തങ്ങൾപ്പാറയിൽ പോയിട്ട് പിന്നെ നമ്മൾ അടുത്ത മൊട്ടക്കുന്നിൽ പോകാമെന്നായിരുന്നു. ഇവിടെ അടുത്തടുത്ത് തന്നെ കുറേ ഏരിയകളുണ്ട്. ഡെയിലി വരുന്നവർക്കും വന്നിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അറിയായിരിക്കും. അങ്ങനെ നമ്മളിതാ കണ്ടില്ലേ ക്ലൈമറ്റ് ഫുള്ള് ചേഞ്ചായി തുടങ്ങി. ഈ ഒരു വ്ളോഗ് 2 പാർട്ടായിട്ട് ഇടാം. കാര്യമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വലിയ വ്ളോഗായി പോവും. വലിച്ചു നീട്ടി പോകേണ്ടി വരും. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പോയിട്ടുള്ള ഒരു അടിപൊളി ഒരു DJ പാർട്ടിയൊക്കെ ഉള്ളതാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ജസ്റ്റ് കാണുക. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ചോക്കോ ബാറൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പും ആ തണുപ്പത്തൊരു ചോക്കോ ബാറും. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടാണ് അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ള പ്ലാനിങ് അവിടെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ സ്ഥലം കവർ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ് മെയിനായിട്ട് വന്നത്. പിന്നെ നമുക്ക് ബോട്ടിങ് ചെയ്യണമെന്നും അങ്ങനെ കുറച്ച് ഡ്രീം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. കാര്യം വേറൊന്നുമില്ല, 5:30 ആയപ്പം തന്നെ ടൈം പോയി. പിന്നെ അതിന് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. അടുത്ത സ്ഥലത്ത് വന്നിട്ടുള്ളത് മുട്ടക്കുന്നിലാണ്. അവിടെ വന്നപ്പോഴും ഇതുപോലെ തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, കണ്ടില്ലേ. അങ്ങനെ അവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അവിടെയും ടിക്കറ്റ് എടുക്കണം. അവിടെ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 50 രൂപയാണ്. അങ്ങനെ അവിടെയും ഇനി സെക്കൻഡ് പാർട്ടിൽ ഞാൻ ബാക്കി സ്ഥലങ്ങളിൽ പോയത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.